ഹലോ, ഈ വീഡിയോ ലഞ്ച് വ്ളോഗാണ് കേട്ടോ കാണിക്കണേ. അതായത് ഉച്ചയ്ക്ക് ചോറിന് വെച്ചിട്ടുള്ള കറികളും ഉച്ചയൂണ് വിളമ്പണതുമാണ് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെച്ചത് കടല ഒരു മസാല ഇട്ടിട്ടുള്ള ഒരു തോരനാണ് വെച്ചത്. അതിനാദ്യം കടല കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് മഞ്ഞളും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. 3 വിസിലടിച്ച് ഒരു 5 മിനിറ്റ് ഞാൻ ചെറുതാക്കി ഇട്ടിട്ടാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയത്. അങ്ങനെ ഞാൻ വേവിച്ചെടുത്തു. പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ വീത്തി മൂപ്പിക്കാനായിട്ട്, അതായത് കാച്ചാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും ചേർത്ത് നല്ലോണം മൂപ്പിക്കാം. പിന്നെ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, മസാലപ്പൊടി എല്ലാം, മഞ്ഞൾ പൊടി വേണ്ട, മഞ്ഞൾ പൊടി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ചേർത്ത് അത് മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം നല്ലോണം വലിച്ചെടുത്താൽ മസാല കടല തോരൻ റെഡി. അടുത്തത് മീൻകറിയാണ് വെക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചിട്ടുള്ള മീൻകറിയാണ്. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പിന്നെ പുളിക്കാവശ്യമായ മാങ്ങ ചേർത്ത് തേങ്ങാപ്പാലും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചാൽ തേൻപാൽ നീക്കി വെക്കണം. എന്നിട്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് മഞ്ഞൾ ചേർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നല്ലോണം തിളച്ച് ഒരുവിധം വറ്റി കഴിയുമ്പോൾ തേൻപാൽ കാച്ചി വീത്തിയാൽ മീൻ കറി റെഡി. പിന്നെ ഇന്നത്തെ ചോറാണ് വിളമ്പുന്നത്. ആദ്യം ചോറ് വിളമ്പാം, പിന്നെ കടല മസാല തോരൻ വിളമ്പാം. പിന്നെ വിളമ്പണത് ഇഞ്ചമ്പുളിയാണ്. ഞാൻ അച്ചാറുണ്ടാക്കി വെക്കണോണം തന്നെ ഇഞ്ചമ്പുളിയും ഉണ്ടാക്കി ഒരു കുപ്പിയിലാക്കി വെക്കും ആവശ്യത്തിന് എടുക്കാൻ. ആ ഇഞ്ചമ്പുളി വിളമ്പാം. പിന്നെ മീൻകറി, അതായത് വാള തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച മീൻകറിയാണ്. അത് ആണ് ഇന്നത്തെ ചാറ് കറി. ആ മീൻകറി വിളമ്പാം. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് വിഭവങ്ങൾ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും കമൻറ്റും ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ വിളവെടുപ്പാണ്. പപ്പായ വിളവെടുപ്പ്. നല്ലോണം പപ്പായ കിട്ടണ സമയമാണ് കേട്ടോ. ഇപ്പോൾ മൂത്ത് പഴുത്ത് കിട്ടിത്തുടങ്ങി. പിന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാതളം നാരങ്ങ മൂത്ത് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഞാൻ മാതളം നാരങ്ങ കട്ട് ചെയ്ത് കാണിച്ചു. കേടില്ല, ചുമന്ന നിറത്തിലൊക്കെ അതിൻ്റെ അല്ലികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു. പക്ഷെ അതിന് മൂപ്പ് കുറവുണ്ടായിരുന്നു. ഇപ്പം നല്ല മൂത്ത് പഴുത്ത് ഒരു 3 എണ്ണം കിട്ടി. അത് കട്ട് ചെയ്തതിന് കാണിക്കണേ. പിന്നെ കുറച്ച് വെണ്ടക്കായ കിട്ടി. പിന്നെ നല്ല പഴുത്ത പപ്പായ 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അന്ന് കഴിക്കാനായിട്ട് ഞാൻ ചെത്തി വെച്ചിട്ടാണ് ഈ വിളവെടുപ്പിൻ്റെ വീഡിയോ പിടിക്കേണ്ട കാര്യം ഞാൻ ഓർത്തത്. അതുകൊണ്ട് അത് ചെത്തി വെച്ചത്, നല്ല പഴുത്ത പപ്പായ ചെത്തി വെച്ചത്, കഴിക്കാൻ വേണ്ടി ചെത്തി വെച്ചതാണ്. അതാണ് ഇനി കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം.